എന്ത് കാര്യം? ഈ പറയുന്ന വിജിലൻസ്, ഈ പറയുന്ന SSB, ഈ പറയുന്ന ക്രൈംബ്രാഞ്ച്, ഈ പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ച്, ഇതെല്ലാം നിയന്ത്രിക്കുന്നയാളല്ലേ ഈ അജിത് കുമാർ മൂക്കുന്ന ചൂള ഇടാന്ന് പറഞ്ഞാൽ ചൂള ഇടാൻ ശേഷിയില്ല. ഏത് ADGP ആണ് ഇന്നുള്ളത്? ഇപ്പൊ എവിടെ ഗവൺമെന്റ് കുടുങ്ങി കിടക്കുന്നത്? ആ DGP എന്താ പറയാ, ഒന്ന് വരണത്തിൽ വെച്ച് കാണാൻ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ബോധ്യങ്ങൾ കുറച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. മഞ്ചേരിയിൽ പ്രഖ്യാപിക്കാൻ പോകുന്നത് ഒരു സാമൂഹ്യ കൂട്ടായ്മയാണെന്ന് PV അൻവർ MLA. ഇപ്പോൾ രൂപീകരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരു സാമൂഹ്യ കൂട്ടായ്മ മാത്രമാണ്. തുടർന്ന് ജനങ്ങളുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും PV അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിപ്പോ സോഷ്യൽ മൂവ്മെന്റ് ആണല്ലോ, പൊളിറ്റിക്കൽ ആവുമ്പോൾ നമുക്ക് അതിനെ പറ്റി നോക്കാം. നിങ്ങൾ ബേജാറാവില്ലേ? നിങ്ങൾ ആരൊക്കെ ഈ പഞ്ചായത്തിൽ ആരൊക്കെ ജയിപ്പിച്ചു കൊടുക്കാറുണ്ട്? അവിടെ പ്രശ്നം ഉണ്ടാവുന്നില്ല ആരൊക്കെ? അത് നമ്മൾ അപ്പാലേക്കാരുണ്ട്. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പേരിൽ സംഘടന രൂപീകരിക്കുന്നത് PV അൻവർ സ്ഥിരീകരിച്ചു. മഞ്ചേരി വെച്ച് നടക്കുന്ന വിശദീകരണ യോഗത്തിലും നയപ്രഖ്യാപനത്തിലും സാധാരണക്കാരായ ആളുകളാണ് പങ്കെടുക്കുക. തന്നെ സംബന്ധിച്ച് പ്രമുഖർ എന്ന് പറയുന്നത് നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരാണ്. അവരുണ്ടാകും. തമിഴ്നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പമുള്ള പാർട്ടിയാണ് DMK. ആ സാധാരണക്കാരായ ജനങ്ങൾ ഇതിൽ പങ്കെടുക്കും. കഴിഞ്ഞ ദിവസം DMK നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ തമിഴ്നാട്ടിൽ പോയി എന്ന വാർത്ത PV അൻവർ നിഷേധിച്ചു. പാർട്ടി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സങ്കീർണതകളുണ്ട്. ജനങ്ങളുമായി കൂടിയാലോചനകൾ നടത്തിയ ശേഷം ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കുമെന്നും PV അൻവർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.